ഇന്നെ ഹെയർ കട്ട് ചെയ്യാന്ന് കണ്ടപ്പോൾ കയറിയതാ. വാട്ടർ കാണിട്ടിതാ ഇങ്ങനെ ഹെയർ ഡ്രൈ ആവുന്നത് കാണിക്കും. താടി വന്നിട്ട് പെട്ടെന്ന് എന്താ താടിയൊക്കെ വന്നത് ഇത് അരമണിക്കൂർ പറഞ്ഞു മൊയ്സ് ദേഷ്യത്തിലാണ് കഴിച്ച് அவங்க ദേഷ്യം പിടിക്കുന്നതുകൊണ്ട് ഉമ്മ കയറുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണം വേണ്ട വേണ്ട നാളെ പോകാം. ഞാൻ പറഞ്ഞു വന്ന വൈകി നമ്മൾക്ക് ഇവിടെ കിട്ടിയാലോ ഒന്ന് കയറിയിട്ട് ഒന്ന് ഹെയർ കട്ട് ചെയ്താലോ അത് ടെൻഷൻ തീർന്നു. മെസ്സി ആരാ? മെസ്സി കട്ടാണ് ഇത് റൊണാൾഡോ കട്ട. നീ മെസ്സിയാ? ഒരു മാസം നമ്മൾ നിന്നിട്ട് ഇന്ന് പോവാന്ന് പറയുമ്പോൾ ഒരു സങ്കടം പെൺകുറിച്ച് കാണുന്നു. ചോബി ബൈ ബൈ ചോബി ബൈ ചോബി സീ യു. എനിക്ക് മൈൻഡ് ചെയ്യുന്നില്ല സത്യമായിട്ട്. നമ്മൾ ബാഗെല്ലാം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതാ നിൽക്കാൻ വരുന്നത് നിൽക്കാൻ നിൽക്കണൊക്കെ പോയോ ഉണ്ടോന്ന് നോക്കുന്നു. പോയോ ഉണ്ടോന്ന് സംശയം അവൾക്ക് അറിയാം നമ്മൾ വിട്ട് പോകില്ല എന്നുള്ളത്. കുട്ടികളുടെ മംഗലാപുരം അല്ല ബാംഗ്ലൂരാണ്. ഡോഗുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഉല്ലാസാവട്ടെ എന്ന് ഡോഗ് യാറപ്പം ഞാൻ എന്തിനറിയോ എനിക്ക് ഇവിടെ വരാൻ മടി. ഈ നായിൻ്റെ ആറാ കൈത്ത അങ്ങനെ അമ്മാരല്ലേ. ആ പേടിക്കും. അപ്പോൾ എനിക്ക് ഇത് വരുന്ന നോക്കൂ ഉണ്ടല്ലോ. എന്താക്കൂലല്ല ഞമ്മലങ്ങനെ ഓടിച്ചത് ആ ചെറുക്ക് പോയിട്ട്. എനിക്ക് വേറെ ഒന്നിനും പേടിയില്ല കഴിച്ച്. എനിക്ക് പട്ടി എന്ന് പറഞ്ഞാലും എവിടേക്ക് പേടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ പട്ടിക്കാണ് പേടി കേട്ടോ. വേറെ മനുഷ്യർക്ക് അങ്ങനത്തെ പേടിയില്ല. അതെവിടെയെങ്കിലും പറിച്ചാലോ എന്നുള്ളത്. നീ ഹായ് ചെന്ന അത് ഹായ് ചെയ്യണേ. എന്തുമ്മ വേസ്റ്റ് വലിച്ചിരുന്നേ ഊതവിടെ കാട്ടിനാ. നീ എവിടെ കിടത്ത പടി ഇപ്പം അപ്പുറം എന്താക്കല്ല. ഇവിടെ ഉണ്ടല്ലോ വേസ്റ്റ് കളയാൻ സ്ഥലമില്ല അത്ര. അതാണ് പ്രശ്നം. ഇതാ എങ്ങനെ ഡേഞ്ചർ എന്ന് നോക്കുക. ഇത് പോകുന്ന റോഡിൽ രാത്രി എവിടെയെങ്കിലും വന്നാലും ചരണ്ടി വെള്ളത്തിൻ്റെ ഉള്ളിലാണ് കുയ്യ. ഇപ്പം ഇഷു ഇതിനെ മോള് നോക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നോക്കണം കേട്ടോ. നേരെ നോക്കുന്നല്ല റോഡൊക്കെ അങ്ങനെ ഉണ്ടോന്ന്. ഇത്രേ സിറ്റിയിലെ ഏരിയയാണ് ഇതിങ്ങനെയാണ്. സോ വെരി ഡേഞ്ചറാണ് കേട്ടോ. കുട്ടികളൊക്കെ അറിയാതെ പോയാൽ പ്രശ്നമാണല്ലോ. ഇവിടെല്ലാം അങ്ങനെ സേഫ് വേണമല്ലോ. നമ്മളൊരു നൈറ്റ് വാക്കാണ്. നൈറ്റ് വാക്കിലോട് പിന്നെ നിങ്ങൾ ഹെയർ കട്ട് ചെയ്താലോ നന്നായി രണ്ടാല് ചെയ്യാ. ബാ ഉമ്മ നിങ്ങൾ പൊടി കട്ടാക്കാമ. ആ ടൈമൊക്കെ പോ ഹെയർ കട്ട്. അപ്പോൾ സലൂൺ കണ്ടപ്പോൾ രണ്ടല്ല ഹെയർ കട്ടിങ് കേട്ടിട്ടാ. വേറെ പണിയൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. പോ ഈ ഉമ്മ സൂപ്പിങ്ങനെ. ആ ബാ അപ്പച്ചി കട്ട് नॉर्मल 2 लाइन्स आगे. हाँ 2 लाइन्स. ഇത് അപ്പച്ചി കട്ട് ലൈക്ക് സലൂണിലാണ്. സലൂണിൽ കയറി ഒരാൾ രണ്ടാൾ ഹെയർ കട്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ടൈം ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചാൽ ഇന്ന് തന്നെ ഹെയർ കട്ട് ചെയ്യാമെന്ന് കണ്ടപ്പോൾ കയറിയതാ. വാട്ടർ കാണിട്ടിതാ ഇങ്ങനെ ഹെയർ ഡ്രൈ ആവുന്നത് കാണിക്കും. ഇവിടെ ഹെയർ കട്ടിങ് ആക്കാൻ കേട്ടോ. രണ്ടാല് ഹെയർ. वन साइड में 2 लाइन. एक हाँ എനിക്കറിയില്ല കേട്ടോ. ഹിന്ദി ലാംഗ്വേജ് ഒന്നും അറിയില്ല. പക്ഷെ സംസാരിച്ചു വീട്ടിലെത്തിയാണെങ്കിൽ നന്നായി സംസാരിക്കും. ഞാനിവിടെ ഇരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടായാലും നോക്കാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊയ്സിൻ്റെ മെഷീന് മൊയ്സ് വെച്ചതാണ്. മൊയ്സ് താടി വന്നിട്ട് പെട്ടെന്ന് എന്താ താടിയൊക്കെ വന്നത്. മൊയ്സ് അരമണിക്കൂർ പറഞ്ഞു മൊയ്സ് ദേഷ്യത്തിലാണ് കഴിച്ച് அவங்க ദേഷ്യം പിടിക്കുന്നതുകൊണ്ട്
അരഗಂಟೆ ഇട്ടുಂಟು ಡೌನ್ ಗೆಟ್ ಡೌನ್ ಮುಯ್ಜು ತಾನೋಕು അവന് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഒരുപാട് ലേറ്റായി മുയ്ജ് ഞാൻ രസാക്കിട്ട് എടുക്കണ്ടേ പെട്ടെന്നൊരാളെ മുയ്ജ് താങ്ങപ്പല്ലായിട്ടുണ്ട് ഇത് നോക്കി ഹെയർ കട്ട് വർക്ക് വരുന്നുണ്ട് ഇഷ മുടി കട്ടാക്കുന്ന ആൾക്ക് ടെൻഷൻ ആവണ്ടേ ഇവലെന്താ എഡിറ്റ് എടുക്കുക കുട്ടികൾ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഡിസ്റ്റർബ് ആക്കുന്നതിന് മുമ്പേ കുട്ടികൾ കണ്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂറായി എന്ന് പറഞ്ഞിട്ട് അവരവിടെ ടെൻഷൻ എടുത്തിരിക്കുകയാണ് മൊയ്തിൻ്റെ മുഖ ദേഷ്യം പിടിച്ച് കഴിഞ്ഞിക്കണം ഇന്ന് കാണിക്കാൻ അവൻ റെഡിയല്ല മുമ്പ് പറയണേ എത്ര ലേറ്റ് എത്ര ടൈം ആയിരുന്നു എന്നെ വീട്ടാക്കാൻ മുമ്പ് കയറുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണം വേണ്ട 4 പോകാം ഞാൻ പറഞ്ഞു വന്ന വൈകി നമ്മൾക്ക് ഇവിടെ കിട്ടിയാലോ ഒന്ന് കയറിയിട്ട് ഒന്ന് ഹെയർ കട്ട് ചെയ്താൽ അത് ടെൻഷൻ തീർന്നു അവരുടെ കാര്യം കഴിഞ്ഞു ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ അതേപോലെ ഹെയർ വെച്ച് പോകുമ്പോൾ നമുക്കും ടൈം ഉണ്ടാവില്ല വീട്ടിൽ പോയിട്ട് വീണ്ടും ഷിഫ്റ്റിംഗ് അത് ഇതൊക്കെ കാര്യങ്ങളുണ്ടല്ലോ സോ ഇപ്പോഴത്തെ ഒരു മൈൻഡ് റിലീഫായി കുറച്ച് ഹെയർ കട്ടിങ് ആവില്ല ലേറ്റായാലും പ്രശ്നമില്ല പിന്നെ ഇപ്പം നേരെ പോയിട്ട് ഇന്ന് പറഞ്ഞതാണ് ഇപ്പം ആകെ 8 o'clock ആയിട്ടുള്ളൂ വിഷു എന്താ വിഷുൻ്റെ ഇത് ഫേവറേറ്റ് റൊണാൾഡോ ലൈൻ നല്ല വിഷു ഭയങ്കര ഇഷ്ടമാണ് വെക്കൊണ്ട് പറയുമ്പോൾ പല്ലൊക്കെ കാണിക്കണ്ട ആൾക്കാർക്ക് വലിയൊരു സംഭവമായിട്ട് മാറും പിന്നെ റൊണാൾഡോ ലൈൻസ് റൊണാൾഡോ എന്ന് പറഞ്ഞാലോ എൻ്റെ മോൾക്ക് പിന്നെ ഒരാളിത് റൊണാൾഡോൻ്റെ ഫേവറേറ്റാ അതാണ് റൊണാൾഡോ ലൈൻസ് എനിക്ക് റൊണാൾഡോ ലൈൻസ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ കുറിച്ചു ഉമ്മൻ്റെ ബോർമണ്ടാക്ക മെസ്സി കട്ട മൊയ്സിൻ്റെ മെസ്സി കട്ട് ഇവിടെ റൊണാൾഡോനെ മെസ്സി മൊയ്സിക്ക് റൊണാൾഡോ ആരാണ് ശരിക്കും പറഞ്ഞാൽ മൊയ്സിക്ക് റൊണാൾഡോ ആരാ മെസ്സി ആരാ മൊയ്സിക്ക് അറിയില്ല പക്ഷെ ഇവൻ റൊണാൾഡോ പറയുമ്പോൾ അവൻ മെസ്സി പറയുന്നത് അവൻ മെസ്സി പറയുമ്പോൾ ഇവൻ റൊണാൾഡോ പറയുന്നത് സംടൈംസ് അവനക്കും ഇവനും റൊണാൾഡോ ഫാനാകുമ്പോൾ അവനും റൊണാൾഡോ ഫാനാകും ഇവനോട് ക്രാഷ് ആയിട്ട് അവൻ മെസ്സി ഫാനാകും അവനക്ക് എന്തൊരു സംഭവം ആരാണ് റൊണാൾഡോ ആരാണ് മെസ്സി അവനക്കറിയില്ല വെറുതെ വന്നു തല്ലി മരിക്കുന്നു അത്ര തന്നെ ഉള്ളു മെസ്സി കെട്ടി കളിക്കും അതെന്താ ഓരോ കാര്യത്തിലും കുട്ടികൾക്ക് ഓരോ അർത്ഥമുണ്ട് എന്താ ചെയ്യാൻ ഹാപ്പിയാണ് എൻ്റെ ഹെയർ കട്ടിന് ഹാപ്പിയാണോ വാട്ട് അബൌട്ട് യുവർ ഹെയർ കട്ട് യു ലൈക്ക് 2 lines എങ്ങനെ കട്ടായാലും പ്രശ്നമില്ല 2 lines വേണമല്ലേ മൊയ്സിൻ്റെ റിയാക്ഷൻ കണ്ടാൽ മൊയ്സിൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ ഹെയർ കട്ടിൻ്റെ റിയാക്ഷൻ മൊയ്സ് പടുത്തിട്ടുണ്ട് ഞാനൊക്കെ മൊയ്സ് ഉദ്ദേശിച്ചിരുന്നു മൊയ്സ് ഷോക്ക് ആയിക്കുന്നു എന്ത് ഇത്ര ലേറ്റ് എന്ന് അവനക്ക് നീച്ചക്കാരം ആച്ചക്കാരം എന്ന് പറഞ്ഞു അവനക്ക് എന്ത് മനസ്സിലാവും അവനക്ക് ഭാഷ വരാത്ത സെക്കാണ് നോക്കട്ടെ മൊയ്സ് ഹാപ്പിയാ മൊയ്സിന് ഹെയർ കട്ടിനൊക്കെ വാ സൂപ്പറായാ മൊയ്ജി ഇങ്ങോട്ട് കാണിക്ക നിന്റെ ഷൂ സ്ലിപ്പറിയായാ ഹാപ്പിയാണ് എൻ്റെ ഹെയർ കട്ട് ഞാൻ അങ്ങനെ എല്ലാം ആക്കരുത് മൊയ്ജ് ഇപ്പൊ ബാർബർ ഷോപ്പിൻ്റെ അവർ ഓടിക്കോ മൊയ്ജ് ഇത് മെസ്സി കട്ട് എന്ന് ആരാണ് മൊയ്ജ് മെസ്സി ആരാണ് മെസ്സി 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 ആരാ മെസ്സി കട്ടാണ് ഇത് റൊണാൾഡോ കട്ട നീ മെസ്സിയാ ഓക്കെ കിतना है 1 2 നായി എവിടെ കണ്ടു ഫസ്റ്റ് കൊന്ന് 3 കണ്ടു കേട്ടാ 3 ആയി ഉമ്മ ബാക്കിയായ ഉമ്മ ഇവിടെ ഉണ്ടോ വരാണ് അപ്പം ഞമ്മക്ക് ഇന്ന് എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ മെഡിക്കൽ ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് നോക്കാം തന്നെ സ്ലിപ്പറി ആയാ എന്താ കണ്ട ഗൈസ് ഇതെല്ലാം ഓലാണ് കേട്ടോ ഇവിടെ മൊയ്ച്ച് നോക്കണേ വാട്ടർ പോകുന്ന ഓലാണ് ഡേഞ്ചറാണ് ഗൈസ് ഇവിടെ റോഡൊക്കെ റോഡൊന്നല്ല ഇങ്ങനൊക്കെ നടക്കുന്നത്
ഗുണ്ടീസ് ഇവിടേക്ക് ഗുണ്ടീസ് നാടെന്ന് പറയാം, വേറൊന്നും പറയാൻ പറ്റില്ല. ഓ ഏട്ടത്തി പറഞ്ഞു ഇവിടെ അടുത്തടുത്ത് ഷോപ്പൊന്നുമില്ല. എന്താ വെജിറ്റബിൾസിൻ്റെ ഷോപ്പെല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ മേ ബി ഇതായിരിക്കും സൂപ്പർ മാർക്കറ്റ്. ഇതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ്. മേ ബി ആണ് കഴിച്ച്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങാം. ജ്യൂസ് ഉണ്ട്. ഉമ്മ കൂടെ വയ്യാവാ, ഇനി കൂടുതൽ പോകാൻ വയ്യ. വലിച്ചിടരുത്. ബാ എല്ലാം വാങ്ങാം. അപ്പം നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ബ്രഷാണ്. ബ്രഷ് കുട്ടികളെ കണ്ടൊക്കെ കോഴിക്കൂട്ടിലാണ് പോകുന്നത്. തർക്കാരില്ല, അത് അങ്ങനെ ആളെ പോയെങ്കിൽ തരാം. ബ്രഷ് അത് നോക്കുന്നു തൊടരുത്, ഏതും തൊടരുത് കേട്ടോ. ഒരു ഷോപ്പിങ്ങനെ അടുത്ത് കിട്ടി. മക്കളിത് രണ്ട് ബ്രഷ് ഒന്ന കാര്യം ഇതിനാണ് കേട്ടോ. നീത്ത മെഹന്തി കോൺ സൂപ്പർ മാർക്കറ്റിൽ ಅದೇಂದ್ರ ಚಂದ ಓ ಹಾಂ ಆಯ್ತು ನಿಕ್ಕ ತರಟ. പിന്നെ ജമ്പ് അവിടെ വെച്ചോടാ, വെച്ചോ. നീ മാത്രമല്ല ഉള്ളു, ഒരുപാട് കുട്ടികളുണ്ട് അവിടെ. വെച്ചോ, ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അവിടെ. അതല്ല അവിടെ ഞാൻ ഫാണ്ട എടുക്കുന്നുണ്ട്. ബാ മൊയ്ത്. അത് ഫ്രിഡ്ജിൽ വെക്കാത്തതല്ല. ഇല്ല, ഇത് കോൾഡ് കൂടെ ഉണ്ട്. ഇതൂടെ ജ്യൂസ്. അപ്പം ഇവർക്ക് ഫാണ്ടാണ്. ഇവർ കണ്ടാലുണ്ടല്ലോ ഫാണ്ട കണ്ടേ വരുള്ളൂ. അപ്പം നമ്മളെ അപ്പം 2 4 5 ഷോപ്പിംഗ് ആണ് കേട്ടോ. പറയണത് അതെന്ത് 5 ജ്യൂസ് എടുക്കുന്നതെന്ന്. അപ്പം ഞാൻ ഏട്ടത്തി ചോബി ഇഷു മൊയ്സ് അപ്പം ഉമ്മ ഇങ്ങനെ മുഖം നോക്കണം. എന്താ ഉമ്മക്ക് ഉണ്ട്. പശ്മിന ഹീറോയിനാണത്. ജ്യൂസൊന്നും കുടിക്കാൻ പാടില്ല, ഹീറോയിനായിട്ട് നിൽക്കണം. ഹീറോയിന് വെജിറ്റബിൾസ് ആൻഡ് സ്നാക്ക് നട്ട്സ് മാത്രം. നിസ്സാണ്ടിൻ്റെ ഔത്തിൻ്റെ അപ്പുറത്തെ നായാണെന്ന് ഇഷു മൊയ്സിൻ്റെ ബാക്കിൽ വന്നോന്ന് അവർ പറയുന്നത്. വെറുതെ അതവിടെ വന്നു. റബ്ബ ഇവിടെ ഒന്നുണ്ട് കേട്ടോ നായി. എന്താ ചെയ്യുക റബ്ബ്, ഈ വണ്ടി സതിന് മുമ്പിൽ അപ്പുറത്ത് നായും തല വിങ്കിരാവുന്നു കഴിച്ച്. നായി വന്നാൽ മൈൻഡല്ല ബ്ലാങ്ക്. പുതിയ ബാംഗ്ലൂർ വന്നിട്ട് എല്ലാവരും അവസ്ഥ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ബാംഗ്ലൂർ ഡേ ഇൻ മൈ ലൈഫ് കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പോയി വന്ന ക്ഷീണത്തിൽ ഭയങ്കര ടയർഡാ. ഇനി ഫ്രഷ് ആവണം, ഇറങ്ങണം, അത്രേ ഉള്ളൂ. വേറെ പരിപാടി ഒന്നുമില്ല. ഇത് നാളത്തെ വീഡിയോ ആണ്. ഒന്നും വേണ്ടമ്മ, ഒന്നും വേണ്ട. ബൈ ഗൈസ്.